പാർവതിക്ക് ഇപ്പൊ എന്നെ കാണുമ്പോ പേടിയല്ലേ? പേടിക്കണ്ട പാർവതി, ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ വന്നതല്ല. എനിക്കെന്തോ വലിയൊരു കുഴപ്പമുണ്ട്. എനിക്ക് തന്നെ അതറിയാം. മനസ്സിലൊരു ചെറിയ കാര്യം തോന്നിയാൽ മതി, അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാനതങ്ങ് വലുതാക്കും. പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയാ. എന്തൊക്കെ ചെയ്തു കൂട്ടാന്ന് എനിക്ക് തന്നെ അറിയില്ല. പാർവതിയും കുറെ അനുഭവിച്ചതല്ലേ. ഈ കരുനാഗത്തിന് എന്ത് പറ്റി? അയാൾ ഇത്രയും ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടാ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. പാർവതിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു ചേച്ചിയും. അച്ഛന് ജോലി വല്ലതുണ്ടോ? അങ്ങനെ വലിയ ജോലിയൊന്നും ഇല്ല സർ. വീട്ടില് വേറെ ആർക്കെങ്കിലും വരുമാനം ഉണ്ടോ? ഇല്ല സർ. ഇയാൾ എന്താ സെൻസസ് എടുക്കുവാണോ? അയാള് കേക്കണ്ട. കേട്ടാ പാറുവിനെ വിട്ടിട്ട് നിന്റെ നേർക്ക് തിരി. പാറു സഹിച്ച പോലൊന്നും നിനക്ക് സഹിക്കാൻ പറ്റില്ല. വീട്ടില് വേറെ ആർക്കും വരുമാനമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അപ്പോ നിനക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് വേണം 4 വയറുകൾ കഴിഞ്ഞുകൂടാ. 4 വയറുകൾ കഴിഞ്ഞുകൂടിയാൽ മാത്രം പോരല്ലോ, ഹോസ്റ്റൽ ഫീസും അതിൻ്റെ കൂടെ അടയ്ക്കണ്ടേ? ഇത്രയും ചെറിയ ശമ്പളം കൊണ്ട് അതെല്ലാം നടന്നു പോകുമോ? ഓ, അയാൾക്കതറിയാം. എന്നാലും ശമ്പളം കൂട്ടി കൊടുക്കില്ല. തയ്യൽ ജോലി അന്വേഷിച്ച നീ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. തയ്യൽ ജോലി ആവുമ്പോൾ തൂപ്പുജോലി പോലെ നിശ്ചിത ശമ്പളമല്ല. കൂടുതൽ തയ്ക്കുന്നതിനനുസരിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാവും. നീ കഠിനാധ്വാനിയല്ലേ, അതുകൊണ്ട് തന്നെ മാസാമാസം നല്ലൊരു തുക നിനക്ക് സമ്പാദിക്കാൻ പറ്റും. നിന്നെ തയ്യൽ ജോലിയിലേക്ക് മാറ്റിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്.